ആ ഷഫീക്ക വായ കയറിക്ക്. ഇതെന്താ നിക്കണേ, ഇരിക്ക്. എങ്ങനെയുണ്ട് കുട്ടിയുടെ കല്യാണം ഒക്കെ ഉണ്ടായിരുന്നു? ഉഷാറായില്ലേ? കല്യാണമൊക്കെ ഉഷാറായിട്ട് നടന്ന്. ജിന്നോട് കാട്ടിയ പണി എന്താ? ഞാനെന്താ കാട്ടി? ഞാനും കുട്ടികളൊക്കെ വന്നില്ലേ? കല്യാണത്തിനൊക്കെ ഇജ്ജ് വന്ന് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് 2 ദിവസം മുന്നേ വന്ന് കുറെ ചെലവുണ്ടാക്കി. എന്നിട്ട് ജിന്നോട് ചെയ്തതോ? ഒരു ഞാനും ഇല്ല. എന്റെ കുട്ടിയുടെ കല്യാണത്തിന് ഞാൻ ഒരു പവനുണ്ട് തന്നില്ലേ? എന്നിട്ട് എന്റെ കുട്ടിയുടെ കല്യാണത്തിന് ഇജ്ജ് എന്താ ചെയ്ത്? വെറും ഒരു 50,000 ഉലുവ വെച്ചിട്ടുണ്ട് പോന്ന്. നമ്മളിത് എന്താ വെച്ചാ കൊടുത്താൽ തിരിച്ചു കിട്ടു വെച്ചിട്ടാണ് ഈ കൊടുത്തിടുന്നത്. അത് ശരി, അതിനാണ് ഇജ്ജ് മോദ്യം കയറ്റിയിരിക്കണല്ലേ? ഇജ്ജ് 10 കൊല്ലം മുമ്പല്ലേ കുട്ടി എന്റെ കല്യാണത്തിന്, മോളെ കല്യാണത്തിന് ഇജ്ജ് പൈസ സ്വർണ്ണം കൊടുന്ന് വെച്ചത് ഒരു പോയിന്റ്. ഇപ്പൊ ഞാൻ തന്ന 50 എനിക്കൊരു വിലയില്ലല്ലേ? അന്ന് അതിട്ട് 10 പാവം കിട്ടിയിരുന്നു. ഞാൻ ഇപ്പൊ പാവനൊക്കെ ഒന്നും നോക്കിയിട്ടല്ല, ഇന്ത്യയൊക്കെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ 50,000 തന്നത് ആ കുട്ടിയുടെ കല്യാണത്തിന്. എന്റെ പൈസ ഒന്നും വേണ്ട. അജ്ജ് ഇരിക്ക്. എന്താ ഇത്? ഇതാ ഇത് പൈസ എന്ന് വെച്ചോ. ഇക്കിന്റെ ഒരു പവന്റെ പണ്ടം മതി. ഇക്കന്നേ 10-25 ഉറുപ്പ് നഷ്ടമാണ് ഇപ്പൊ ഇങ്ങനെ തന്നാല്. ഷെഫീഖ്, അനക്കിപ്പോ 25,000 നഷ്ടം ഉണ്ടെങ്കിൽ ഇതൊന്ന് ആലോചിച്ചൊക്കെ. 10 കൊല്ലം മുമ്പ് ഒരു പവന് 25,000 ഉള്ളൂ. അപ്പൊ ഞാൻ അതിന്റെ ഡബിൾക്കല്ല ഇപ്പൊ എനിക്ക് തന്നിക്കണത്. 50,000 എനിക്ക് ഞാൻ തന്നില്ലേ? ഞാനെന്ത് ചെയ്യാ? ഇക്കെന്താ നക്കാ വെച്ച പൈസ ഒന്നും വേണ്ട. ഇക്ക് ഞാൻ തന്ന ഒരു പവൻ സ്വർണ്ണം തന്നാ മതി. അതൊക്കെ 3 ദിവസത്തിന്റെ ഉള്ളിൽ എന്റെ പെരയിൽ എത്തും വേണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കുടുംബക്കാരുടെ ഇടയിലാണ് ഞാനോട് വഷളാക്കും. എന്റെ ആ മാന്യം ചമ്മയും നടക്കല് ഞാനോട് ശരിയാക്കി തരാം. ആ പോവല്ലേ? വലിയ മാന്യനായിട്ട് ഇങ്ങനെ നടക്കുവാന്. എന്തൊരു കഷ്ട. പൊന്നു മക്കളെ, ഞാൻ ആരെങ്കിലും നിങ്ങളെ കല്യാണത്തിനോ, മക്കളെ കല്യാണത്തിനോ, പെങ്ങളെ കല്യാണത്തിനോ സ്വർണം തരാണെങ്കിൽ നിങ്ങൾ വാങ്ങിയെടുത്തിട്ടാ. എന്തെങ്കിലും പൈസ അവരോട് തരാൻ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നോക്കി ഇന്ത്യ ഗതിയാവും നിങ്ങൾക്ക്. അതോ ഗതി.